സിറ്റിയിൽ പുതിയ ഗുണ്ടാപ്പു ജീവി ഇറങ്ങിയിട്ടുണ്ട്. ഈ ജീവി ഡിനോസർ പാർക്കിലാണ് ഉള്ളത്. വേണ്ടിയവർക്ക് പോയി കാണാവുന്നതാണ് അതിനെ. ഇതൊരു പ്രത്യേകതര ജീവിയാണ്. ഗുണ്ടാപ്പു എന്നാണ് ഈ ജീവിയുടെ പേര്. ഗുണ്ടാപ്പു ജീവിയാ? അതെന്ത് ജീവിയാടേ ഗുണ്ടാപ്പു ജീവി? അതെന്താ മറ്റേ ഡിനോസറിന്റെ രണ്ടാമത്തെ വേർഷൻ ജീവിയാന്ന് തോന്നുന്നത്. കിങ് കോങ് ഉണ്ടല്ലോ, അതിന്റെ പോലെ ഉണ്ട് അതിനെ കാണാൻ. ജൂറാസിക് പാർക്കിലാണ് ഗൈസ് ആ ഒരു ഗുണ്ടാപ്പു ജീവിയെ തോന്നുന്നത്. അത് ജൂറാസിക് പാർക്കിലാണ് ഉള്ളത്. നമുക്ക് അതിനെ പോയി കണ്ടാലേ ഗൈസ്. അതിനെ TV കാണുമ്പോൾ തന്നെ അതിനെ കാണാൻ തോന്നുന്നുണ്ട്. എന്ത് കൊരങ്ങന്റെ പോലെ ഉണ്ട് അതിനെ കാണാൻ. ഗുണ്ടാപ്പു ജീവി തറ അതിന്റെ പേര്. കഴിഞ്ഞിപ്പോ ഗുണ്ടാപ്പു ജീവിയാ ഇതിന്. ഇതും പറഞ്ഞിട്ട് നമ്മളെ ഡിനോസറിനെയാണ് അവർ ഉദ്ദേശിക്കണേ. ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റിയിരിക്കുവോ അല്ല തോന്നുന്നു ഗൈസ്. അതിന്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ശരിക്കുള്ളത് തന്നെ തോന്നണേ. ജുറാസിക് പാർക്കിലാണ് ആ ഒരു ജീവി ഉള്ളത്, ഗുണ്ടാപ്പു ജീവി. നമുക്കതിൽ നേരെ എന്നാൽ ഗുണ്ടാപ്പു ജീവിനെ കാണാൻ വേണ്ടിയിട്ട് ജുറാസിക് പാർക്കിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ഞാൻ മേലെ പോയിട്ട് കുറച്ച് വെപ്പൺസ് കാര്യങ്ങളൊക്കെ എടുക്കട്ടെ ഗൈസ്. പോലീസ് സ്റ്റേഷനിൽ അനുവാദം ചോദിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പ്രവേശനം അവർ തരുള്ളൂ. മേലെയാണ് ഗൈസ് ഞാൻ വെപ്പൺസ് ഒക്കെ വെച്ചിട്ടുള്ളത്. നമുക്ക് പോയി മേലെ നിന്ന് വെപ്പൺസ് എടുക്കാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. റോഡ് ടു 10K നമ്മളെ ഫാമിലി. പിന്നെ എല്ലാവരും ഒന്ന് മാക്സിമം ലൈക്ക് ടാർഗറ്റ് ഒരു 50 ആണ്. ഈ ഷെൽഫിലാണ് ഞാൻ ഗൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. എടുത്തിട്ട് നമുക്ക് കാണാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇത്ര വെപ്പൺസ് മാത്രമേ നമ്മളെ ഷെൽഫിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. സ്റ്റിക്കി ബോംബ് ഉണ്ട്, പിന്നെ കുറേ വെപ്പൺസ് എടുത്തിട്ടുണ്ട്. അത്രയൊക്കെ മതി നമുക്ക്. എന്തായാലും നമുക്ക് ഗുണ്ടാപ്പു ജീവി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരെ വെച്ചെങ്കിൽ ഗുണ്ടാപ്പു ജീവിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാം ഗൈസ്. പിന്നെ നമ്മളുടെ കളി ഗുണ്ടാപ്പു ജീവിനായിട്ട് വലിയൊരു ജീവിയാണ് ഞാൻ ഗൈസ്. ഇതെന്തുട്ട് ഗൈസ്, ഞാൻ അവിടെ കുടുങ്ങിയല്ല. ഇതെന്താണ്? ഞാൻ അവിടെ ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങിട്ടെ ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ വെപ്പൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇനി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുക. അപ്പോൾ നമ്മളെ ജൂറാസിക് പാർക്കിലോട്ട് പോകുമ്പോൾ നമ്മളോട് അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് നമുക്ക് നേരെ അവരോട് ചോദിച്ചോക്കാം ഞാണ്ട് പോട്ടെ എന്നൊക്കെ. ഓക്കെ, നമ്മളിപ്പോൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ചെറുതായിട്ട് എന്താണെന്നറിയില്ല, ലാഗ് അടിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണെന്നറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. അവരെന്തായാലും വീണ്ടും പോയിക്കോളാൻ പറയും. വല്ല പ്രശ്നമായിട്ടുള്ള ജീവിയൊന്നുമല്ല ഗുണ്ടാപ്പി ജീവി. എന്നാലും എൻ്റെ പേര് ഗിണ്ടാപ്പി എന്തൊരു പേരാണ് അതിന്. നമ്മളെ പോലീസ് സ്റ്റേഷൻ ഇതാണ്. പോലീസ് സ്റ്റേഷൻ ഇപ്പം അപ്ഗ്രേഡൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ പോലീസ് മാമന്മാരൊക്കെ ഇപ്പം ഇത്തിരി സീനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പോലീസ് സ്റ്റേഷനിലത്തെ ഇലക്ട്രിക് പാനൽ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇട്ടിട്ട് നേരെ അവരോട് ചോദിച്ചു നോക്കാം. എന്തായാലും വീട്ടും അറിയാലോ, നമ്മളെന്തായാലും ഒന്ന് പോയി ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ട് പോയവരെ ലിസ്റ്റിൽ എഴുതിക്കാനത്ര നമുക്ക് പോയി ചോദിച്ചു നോക്കാം. ഓക്കെ, നമ്മളെ പോലീസ് മാമന്മാരോട് ചോദിച്ചു കേട്ടോ. പിന്നെ ഞാൻ അകത്തോട്ടൊന്ന് പോയിക്കോട്ടെ. എന്താ അകത്തോക്ക് പോവാണ്ട് ഇത്ര തിരക്ക്? അല്ല, ഒന്നുമില്ല, ഒരു സ്ഥലത്തേക്ക് പോണ കാര്യം ചോദിക്കാനായിരുന്നു, ആ ഗുണ്ടാപ്പി ജീവിനെ കാണാന്. ഓക്കെ, നമ്മളോട് ചങ്ങായി പോലീസ് സാറ് പറഞ്ഞിട്ടുണ്ട് പൊയ്ക്കോന്ന്. പിന്നെ സാറേ, അവിടെ ഒരു ഗുണ്ടാപ്പി ജീവി ഇറങ്ങിയിട്ടില്ലേ, അതിനൊന്ന് കാണാൻ പോയിക്കോട്ടെ. നിന്റെ കയ്യില് വെപ്പൺസ് വല്ലതും ഉണ്ടോടാ? വെപ്പൺസ് അതൊന്നും ഇല്ല, ഇതിന്റെ ഒക്കെ വെപ്പൺസ് ഒന്നും ഇല്ല. പുറത്തു നിന്ന് കണ്ടാ മതി. ഉള്ളിലോട്ട് കേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. സാറേ, ഞാൻ പുറത്തിരുന്നിട്ട് തന്നെ കാണുള്ളൂ. പോയിക്കോ. ഭാഗ്യമുണ്ട് ഗൈസ്, നമ്മളോട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഒരു പൂവുണ്ടാന്ന് പറയുള്ളൂന്ന്. എന്തായാലും നമ്മളോട് ഇപ്പോൾ പൊയ്ക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മളെ ഗുണ്ടാപ്പി ജീവി ഇത്തിരി ടാസ്ക്കാണ് ഇത്രേ. അപ്പോൾ നമ്മളൊക്കെ കണ്ണൊക്കെ ഉണ്ട്, നമ്മൾ പോലീസിനെ പറ്റിച്ചിട്ടുണ്ട്. എൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ ഗുണ്ടാപ്പി ജീവിനെ ജുറാസിക് പാർക്കിൽ പോയിട്ട് ഞാൻ പുറത്തേക്ക് വിടാൻ പോവാണ് ഗൈസ്. ഈ പോലീസുകാർ കുറേ കാലം എനിക്കിട്ട് പണി തരുന്നു, ഈ നാട്ടുകാരും പോലീസുകാരും. അപ്പം ഞാൻ അവർ കുറച്ച് കാലം ഇരുന്നിട്ട് പണി വാങ്ങിക്കട്ടെ ഗൈസ്. അതാണ് എൻ്റെ പ്ലാന്. പിന്നെ നമ്മളെ വീടൊക്കെ വലിയൊരു വീടായതുകൊണ്ട് നമുക്ക് മേലെ കയറി നിന്നാൽ മതി. ആ ഗുണ്ടാപ്പി ജീവി നമ്മളൊന്നും ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഉള്ളവരെ വീടൊക്കെ കുറേ ചെറിയ ചെറിയ വീടുകളാണ്. ഇപ്പം അവരെ പിടിച്ചു കൊണ്ടുപോയിക്കോളും. അങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നില്ല, അതിനെ ചിലപ്പോൾ കൊല്ലാൻ ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നേരെ ജൂറാസിക് പാർക്കിലോട്ട് പോയിട്ട് ആ ഗുണ്ടാപ്പി ജീവിനെ അയച്ചു വിടട്ടെ ഗൈസ്. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ ഗൈസ്, നിങ്ങളൊരു കാര്യം ചെയ്തില്ലാന്ന് എനിക്കറിയാം.
അതന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അല്ലെങ്കിൽ ഒന്നുമില്ല, 10K ആണ്, റോഡ് ടു 10K ആണ് നമ്മളെ ഫാം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. പിന്നെ നമ്മളെ കാറ് പറയണത് സബ്സ്ക്രൈബ് ചെയ്താ പോരാ, ലേക്കും കൂടി ചെയ്തേക്കുന്നത്. 50 ഇത്ര ലേക്ക് ടാർഗറ്റ്. ഓക്കെ, നിങ്ങളന്ന് ചെയ്തേക്ക്. നമ്മളെ കാറ് പറഞ്ഞതല്ലേ, നമ്മൾ ചെയ്തേക്ക് ഗൈസ്. ഓക്കെ, നമ്മള് ഇടിക്കരുത്. ഇടിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ജൂറാസിക് പാർക്ക് എന്ന് പറയാ എന്താ പറയുക, തെറിച്ചു പോയത് ബോണറ്റാ സീനില്. നമ്മളെ ജൂറാസിക് പാർക്ക് എന്ന് പറയാ നമ്മളെ ട്രെയിൻ സ്റ്റേഷന്റെ അപ്പുറത്താണ് നമ്മളെ ജൂറാസിക് പാർക്കും കാര്യങ്ങളൊക്കെ. ഇത് എന്തുട്ടാണ് ഗൈസ്, വണ്ടി കേടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നത്. ഇവിടെ എന്താ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ പുതിയ. ഒക്കെ നമ്മളെ ട്രെയിൻ ഇവിടെയാണ്. ഇവിടെ എന്തോ പ്രോപ്സ് ഒക്കെ വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് കടന്നു പോകണ്ട വിചാരിച്ചിട്ടാണ്. നമ്മളെങ്ങനെ അങ്ങോട്ട് കടക്കും? ഇതെന്ത് പരിപാടിയാണ് ഗൈസ് ഇവന്മാർ ഇവിടെ കാട്ടിച്ചിരിക്കണത്. നമുക്ക് എന്തായാലും വണ്ടി അങ്ങോട്ട് എങ്ങനെയാലും കടത്തട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ജൂറാസിക് പാർക്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഗുണ്ടാപ്പുജീവി ഇതിനുള്ളിലാണ് ഗൈസ് ഇരിക്കുന്നത്. നമ്മളെ ഗേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവണതാണ്. ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മള് അതിന്റെ ഒരു കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. നമ്മളിപ്പോൾ കാർഡ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഒരു ഇതും ഇരിക്കുന്നുണ്ടായിരുന്നു, റിസപ്ഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് മെല്ലനെ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കാറിൻ്റെ സൈഡിലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഓൾറെഡി ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ഗുണ്ടാപ്പു ജീവി എവിടാ? ഗുണ്ടാപ്പു ജീവി ഇതിനുള്ളിലുണ്ട് എന്നല്ലേ പറഞ്ഞേ. എവിടെ? കുറച്ചാണ്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഗുണ്ടാപ്പു ജീവിനെ നമുക്ക് കാണാൻ പറ്റുള്ളായിരിക്കും. അരെ ഗുണ്ടാപ്പു ജീവി, കം ഹിയർ. ഗുണ്ടാപ്പു ജീവി എവിടെ ഗൈസ്? ഗുണ്ടാപ്പു ജീവിനെ ഒന്ന് ഞാൻ ആദ്യം നോക്കട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ഗുണ്ടാപ്പു ജീവിനെ കണ്ട് ഗൈസ്. ഗുണ്ടാപ്പു ജീവി അത് അവിടെ എന്താ നടന്നു പോകുന്നുണ്ട്. എടാ മോനെ, ഇങ്ങോട്ട് വാടാ ഗുണ്ടാപ്പു ജീവിയെ. ഇവനെ നമുക്ക് ഒന്ന് എടുത്ത് വെടി വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ വേഗം നമ്മളെ കൂടെ വരും. അങ്ങനെ ഉണ്ട് ഇവന്റെ പ്രത്യേകത. എടാ ഗുണ്ടാപ്പു മോനെ, എങ്ങോട്ട് വാടാ. എങ്ങോട്ട്? അയ്യോ, വണ്ടി കയറാ, വണ്ടി കയറാ. അല്ലെങ്കിൽ ഇപ്പൊ ആ ഗുണ്ടാപ്പു ജീവി ഇന്റെ പണി കഴിക്കും. ഇതെന്ത് ജീവിയാണ് ഗൈസ്? കുതിരെ? എന്താ കുതിര? എടാ ഓടറ വണ്ടി ആയിട്ട്. എടാ ഗുണ്ടാപ്പു ജീവി പുറത്തേക്ക് വാടാ, സിറ്റിയിലോട്ട് വാടാ. അന്ന ശരി, അതിന്റെ സൗണ്ട് കേട്ടാ ഗൈസ്. എടാ വാതിൽ ഓർക്കടാ. വാ 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 ഗുണ്ടാപ്പു മോനെ, വാടാ ഗുണ്ടാപ്പു മോനെ. എടാ ഗുണ്ടാപ്പു മോനെ ഇങ്ങോട്ടേക്ക് വാട ചെറുക്ക. ഈ ഗുണ്ടാപ്പിച്ചക്ക എവിടെ? അതെന്തുണ്ടായി? അത് ഉറങ്ങിയാ ഗൈസ്? അതെന്തുട്ട ബോധം കെട്ട് വീണത്? അതെന്നുണ്ടായെന്ന് എനിക്കറിയില്ല. ഗുണ്ടാപ്പു ജീവി നമ്മളെ പറ്റിച്ചാണ്. അവൻ ചത്തിട്ടൊന്നുമില്ല. അവനിതാ നമ്മളെ പിന്നിലുണ്ടായിരുന്നു. അവൻ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ നമ്മളെ പിന്നിൽ വരുന്നുണ്ടായിരുന്നു. ഇവൻ പിന്നിലുണ്ട് ഗൈസ്. വണ്ടി നിർത്തണ്ട, വേഗം വണ്ടിയായിട്ട് പോവാം. നമ്മളെ ഗുണ്ടാപ്പു ജീവി നമ്മള് ജുറാസിക് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി ഇവൻ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ നമ്മള് മറികടന്ന് വേണം ഇവിടെ ജീവിക്കാൻ. ഇനി ഈ നാട്ടുകാർക്ക് ഇത്തിരി ഇരിക്കാപ്പുറത്ത് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പരിപാടി കാട്ടിയത്. നമുക്ക് അവനെ വെടിവെച്ച് ചൂടാക്കി വെക്കാം. വണ്ടി കയറാ, വണ്ടിയിൽ കയറാ മോനെ. അവനെന്താ വരുന്നീ? ഇതെന്തുട്ട് കുതിരടവേ? ഓടറ ഓടറ, വണ്ടി എടുത്ത് ഓടറ, വണ്ടി എടുത്ത് ഓടറ. നമുക്ക് അവനെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാവും. പോലീസുകാരൊക്കെ പേടിച്ചാണ്ടിരിക്കട്ടെ ഗൈസ്. അയ്യോ, ആ വഴി പോകാൻ പറ്റില്ല. അവിടെ പ്രോപ്സ് വെച്ച് അടച്ചിരിക്കാണ്. എന്തോ ലക്കാണ് ഇവിടെ. ഈ സംഭവം ബാക്കിലുണ്ടോ എന്തോ? ബാക്കിലുണ്ടോ? എടാ ബാക്കിലുണ്ടോവേ? മാറി നിൽക്കണം അങ്ങോട്ട്. ചത്ത് ചത്ത് ചത്ത്. ആ ജീവി നമ്മളെ പിടിച്ചില്ല. അപ്പത്തിന് നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ഇനി നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോവുക ഗൈസ്. ആ കുരുത്തം കെട്ട ജീവി അവിടെ ബോധം കെട്ട് വീണ് തോന്നുന്നു. അവിടെ തല അതിന്റെ മതിലും പിടിച്ചിട്ടുണ്ട്. ഇനി സീനൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇനി മെല്ലനെ അടിച്ചിട്ട് എല്ലാരും ഒന്ന് സെറ്റ് ആക്കിക്കോളും. ജീവി എല്ലാരും ഒന്ന് കടിച്ചു തിന്നോളും. അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഈ പോലീസുകാരന്മാര് ആകെ സീനാണ്. നമ്മൾ ജൂറാസിക് പാർക്കിലോട്ട് പോയിട്ട് ആ ഗുണ്ടാപ്പി ജീവിനെ അയച്ചിട്ട് ആ ഗുണ്ടാപ്പു ജീവിനെ കൊന്നു ഗൈസ് നമ്മളെ പോലീസുകാരന്മാര്. ഇനി നമ്മളെ ജയിലിൽ പിടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇവന്മാര് പറയുന്നത്. പക്ഷെ എന്ത് കഷ്ടമാണ്. നമ്മളിപ്പോ അതിന്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. ഗുണ്ടാപ്പി ജീവിനെ അങ്ങനെ കൊന്നിട്ടുണ്ട്. ഗുണ്ടാപ്പു ജീവി കുറെ പോലീസുകാരന്മാരെ കൊന്നിത്ര ഗൈസ്. അങ്ങനെ നമ്മളെ ആർമിക്കാർ അല്ല മറ്റേ ഫോറസ്റ്റുകാർ വന്നിട്ട് നമ്മളെ ഗുണ്ടാപ്പു ജീവിനെ കൊന്ന്. അങ്ങനെ നമ്മളെ ഗുണ്ടാപ്പു ജീവി അവസാനിച്ചു ഗൈസ്. നമ്മളെ ഫോർച്യൂണർ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നുണ്ട്. അറിയാണ്ട് ബ്രേക്ക് ഇട്ടാണ്ട് വെള്ളത്തേക്ക് എടുത്ത് ചാടിയതാണ്. അവൻ നമ്മളെ ഗുണ്ടാപ്പു
ഗുണ്ടാപ്പു ജീവിയുടെ എപ്പിസോഡ് ഇത്ര ഉള്ളു ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ച് ഗെയിം പ്ലേ വേണ്ടിയിട്ട് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.